ഏറ്റവും പ്രിയമുള്ള വൈദികരെ, ക്രിസ്തുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവ ജനമേ, കർമ്മല മാതാവിന്റെ തിരുനാള് ആഘോഷിക്കുവാനായിട്ടുള്ള ഒരുക്കങ്ങൾ നാം ആരംഭിച്ചു കഴിഞ്ഞു. അനുഗ്രഹീതമായ മുന്നോട്ടുള്ള ദിവസങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ അനേകം ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കാർമൽ മല പഴയ നിയമത്തില് ശക്തമായ ഒരു സൂചകമാണ്. എലിയാ പ്രവാചകന്റെ സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം അനുഭവമുണ്ടായ ഒരിടമാണ് കാർമൽ മല. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ ബാലിന്റെ പ്രവാചകന്മാരെ ദൈവിക ശക്തി വെളിപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന ഏലിയായെ നമ്മൾ കാണുന്നുണ്ട് കാർമൽ മലയിൽ. ആ ഒരു അത്ഭുത പ്രവർത്തനത്തിന് ശേഷം ഇസ്രായേലിനെ ബാധിച്ചിരുന്ന വരൾച്ചയെ മാറ്റുവാൻ വേണ്ടി ഏലിയ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഏലിയ പ്രാർത്ഥിക്കുമ്പോൾ വൃദ്ധനോട് പറയുകയാണ്, നീ ആകാശത്തേക്ക് നോക്കുക, മേഘങ്ങളുടെ സാധ്യതയുണ്ടോ? വൃദ്ധൻ പറയുകയാണ്, ഇല്ല. അപ്പോൾ ഏലിയ പറയുകയാണ്, നീ 7 പ്രാവശ്യം നോക്കണം, 7 പ്രാവശ്യം നോക്കണം. അങ്ങനെ 7-ാം പ്രാവശ്യം വൃത്യൻ നോക്കിയപ്പോൾ മനുഷ്യന്റെ കരം പോലെയുള്ള ഒരു ചെറിയ മേഘം, മനുഷ്യന്റെ കരത്തോളമുള്ള ഒരു ചെറിയ മേഘം ഭൃത്യം കാണുകയാണ്. ഭൃത്യം പറയുകയാണ്, മനുഷ്യ കരത്തോളമുള്ള ഒരു ചെറിയ മേഘം ഞാൻ കാണുന്നുണ്ട്. പിന്നീട് വളരെ പെട്ടെന്ന് ആകാശം മേഘാവൃതമാവുകയും ശക്തമായ മഴ ആ വരൾച്ച നിറഞ്ഞ പ്രദേശത്തേക്ക് വരികയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ കാർമൽ മലയിലെ മനുഷ്യകരത്തോളമുള്ള ഒരു കൊച്ചു മേഘത്തെ പരിശുദ്ധ കന്യകാമറിയത്തോട് ഉപമിച്ച് സംസാരിക്കാറുണ്ട്. കാരണം വരൾച്ച നിറഞ്ഞ മനുഷ്യ ജീവിതത്തിന്റെ, പാപം കൊണ്ട് വരൾച്ച നിറഞ്ഞ മനുഷ്യ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ വചനമാകുന്ന ക്രിസ്തുവിനെ പകർന്നു തന്ന കൊച്ചു കൈമേഘമാണ് പരിശുദ്ധ കന്യകാമറിയം. ബൈബിളിൽ നമ്മൾ രക്ഷാകര ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഏകദേശം 400 വർഷത്തോളം ഇസ്രായേലിൽ ഒരു പ്രവാചകനോ ഒരു ദൈവിക സ്വരമോ അവർ കേട്ടിരുന്നില്ല. ക്രിസ്തുവിന് മുമ്പ് 400 വർഷത്തോളം ഇസ്രായേലിൽ ഒരു പ്രവാചക സ്വരമില്ല, ഒരു ദൈവിക വെളിപാടില്ല. അങ്ങനെ ഏകദേശം അത്രയും വർഷത്തെ വലിയൊരു ദൈവിക സ്വരത്തിന്റെ, വചനത്തിന്റെ ഒക്കെ വരൾച്ചയിലൂടെ കടന്നുപോകുന്ന ദൈവജനത്തിന്റെ മധ്യത്തിലേക്കാണ് ഒരു കൈമേഘം രൂപപ്പെടുന്നത്. മറിയത്തിലൂടെ ആ മഴയുടെ തുടക്കം ആ മറിയത്തിലൂടെ ഉരുവാവുകയാണ് ക്രിസ്തുവാകുന്ന ദൈവത്തിന്റെ വചനം. അവിടെ മനുഷ്യവംശത്തിന്റെ രക്ഷയാകുന്ന മഴ പരിശുദ്ധ അമ്മയിലൂടെ പെയ്യുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് വരൾച്ചയുടെ മേഖലകളിൽ ഇപ്പോൾ ആയിക്കൊള്ളട്ടെ, പ്രത്യാശയോടെ നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ മനുഷ്യന് നിസ്സാരമെന്ന് തോന്നുന്ന ഒരു കൈയുടെ കൈപ്പത്തിയോളം വലിപ്പമുള്ള ഒരു മേഘമാണെങ്കിൽ തന്നെയും അത് പെട്ടെന്ന് പടർന്ന് വ്യാപിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ പ്രതീക്ഷയായി പെയ്യുമെന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് സന്ദേശം നൽകുകയാണ്. അതുകൊണ്ട് ഈ കർമ്മല മാതാവിന്റെ തിരുനാള് ആഘോഷിക്കുമ്പോൾ നമുക്ക് ഒത്തിരി പ്രത്യാശയുണ്ട്. പ്രത്യാശയോടെ ആ ദൈവത്തിന്റെ വചനത്തെ സമീപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എത്രമാത്രം ചെറുതാണെങ്കിലും അതിൽ നിന്ന് വലിയ ഫലങ്ങൾ പുറപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. വചനത്തെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ചൊക്കെ ഈശോ സംസാരിക്കുമ്പോൾ വിതയ്ക്കപ്പെടുമ്പോൾ അത് വളരെ ചെറുതാണ്, എന്നാൽ അത് വളർന്നു വലുതാകുമ്പോഴോ അത് അനേകം സാധ്യതകൾ വിടരുന്നു എന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വിത്തിന്റെ സാധ്യത എന്ന് പറയുന്നത് അനേകമാണ്. നമ്മളൊരു ആപ്പിൾ എടുത്തിട്ട്
ഇതെത്രയാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു കൊട്ടയിൽ കുറെ ആപ്പിളുകൾ നിറച്ചിട്ട് ഇത് എത്ര ആപ്പിളുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ വേഗത്തിൽ അത് എണ്ണിയിട്ട് പറയാൻ സാധിക്കും, ഈ കൊട്ടയിൽ ഇത്ര നമ്പർ ആപ്പിളുകളുണ്ട്. എന്നാൽ ആപ്പിളിന്റെ ഉള്ളിൽ ഒരു വിത്തെടുത്തിട്ട് നമ്മള് ചോദിക്കുകയാണ്, ഈ ഒരു വിത്തിൽ എത്ര ആപ്പിളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം ഈ ഒരു വിത്ത് മുളച്ച് ഒരു ആപ്പിൾ മരമായി, ആ ആപ്പിൾ മരത്തിൽ നിന്നും അനേകം ആപ്പിളുകൾ ഉണ്ടായി, ആ ആപ്പിളുകളിൽ നിന്നും വീണ്ടും വിത്തുകൾ ഉണ്ടായി, ആ ഓരോ വിത്തുകളിൽ നിന്നും വീണ്ടും അനേകം മരങ്ങൾ ഉണ്ടായി. അങ്ങനെ അനന്തമാണ് ഒരു വിത്തിന്റെ സാധ്യത എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവവചനം മനുഷ്യന്റെ ഭാഷയിൽ, മനുഷ്യന്റെ ദർശനത്തിൽ ഒരു കൈമേഘത്തോടുകൂടെ ഉള്ളെങ്കിലും അത് ഒരുക്കപ്പെട്ട ഒരു നിലത്തിൽ വ്യാപരിക്കുമ്പോൾ, വിതയ്ക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ പോലെ സുഹൃതങ്ങളുള്ള ഒരു ജീവിതമായിട്ട് അത് ഫലം പുറപ്പെടുവിക്കുകയാണ്. ഒരുപക്ഷെ ലോകത്തിന്റെ സന്നിധിയിൽ വരും നിസ്സാരമായിരുന്ന ഒരു പരിശുദ്ധ കന്യകാമറി എന്ന് പറയുന്ന നസ്രത്തിലെ പട്ടണത്തിൽ വസിച്ചിരുന്ന ഒരു സാധാരണ സ്ത്രീയെ ഇന്ന് നാം പരിശുദ്ധ അമ്മയായിട്ട്, കർമ്മല മാതാവായിട്ട് വണങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവൾ ഈ ദൈവവചനത്തെ വളരെ നിസ്സാരമായിട്ട് ലോകം കണക്കാക്കി, അവൾ കണക്കാക്കാതെ അതിനോട് സമ്പൂർണമായിട്ടുള്ള ഒരു തുറവി കാണിച്ചു എന്നുള്ളതാണ്. അത് ചരിത്രത്തിലുടനീളം നമ്മൾ അതിന്റെ ഫലങ്ങൾ കാണുകയാണ്. അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം, ദൈവവചനം പരിശുദ്ധ അമ്മയിൽ ഫലമണിഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഫലമണിയുവാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വചനത്തോടുള്ള സഹകരിച്ചുള്ള ഈ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നമുക്ക് എല്ലാവർക്കും മാതൃകയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ പരിശുദ്ധ അമ്മ വചനത്തോട് സഹകരിച്ചുള്ള ഒരു ജീവിതത്തിൽ നമുക്ക് മാതൃകയായി തീരുന്നത് എന്ന് അല്പമൊന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായിട്ട് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് വചനത്തെ സ്വീകരിക്കേണ്ടത്. എങ്ങനെയാണ് വചനത്തെ സ്വീകരിക്കേണ്ടത്? വചനത്തെ സ്വീകരിക്കേണ്ട 3 ഭാവങ്ങളാണ് പരിശുദ്ധ അമ്മ നമ്മളോട് പറഞ്ഞു വെക്കുക തന്റെ ജീവിതത്തിലൂടെ. വിശ്വാസത്തിൽ നാം വചനം സ്വീകരിക്കണം, തുറന്ന ഒരു മനസ്സോടെ നാം വചനം സ്വീകരിക്കണം, വിനയത്തോടെ നാം വചനം സ്വീകരിക്കണം. വിശ്വാസത്തിൽ നാം വചനം സ്വീകരിക്കണം, തുറന്ന ഒരു മനസ്സോടെ നാം വചനം സ്വീകരിക്കണം, വിനയമുള്ള ഒരു ഹൃദയത്തോടെ നാം വചനം സ്വീകരിക്കണം. ആദ്യമായി വിശ്വാസത്തിൽ നാം വചനം സ്വീകരിക്കണം. ദൈവത്തിന്റെ വചനം പരിശുദ്ധ ഗബ്രിയേൽ മാലാഖിയിലൂടെ പരിശുദ്ധ അമ്മയിലേക്ക് കടന്നു വന്നപ്പോൾ പരിശുദ്ധ അമ്മ ഉത്തരം കൊടുത്തത് എങ്ങനെയാണ്? ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസി. ഇംഗ്ലീഷിൽ നമ്മൾ യെസ് ലോർഡ് എന്ന് പറയും. അതേ കർത്താവേ, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വചനത്തോട് അതേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിച്ച പരിശുദ്ധ അമ്മയാണ് നമ്മൾ കാണുന്നത്, പരിപൂർണ വിശ്വാസത്തോടെ. ഒരുപക്ഷെ പരിശുദ്ധ അമ്മ അന്ന് ആ വചനം പറയുമ്പോ, ഇതാ കർത്താവിന്റെ ദാസി എന്നൊക്കെ പറയുമ്പോ മുമ്പില് ഒരുപക്ഷെ കാർമേഘം പോലെ അനേകം അപകടങ്ങളൊക്കെ ഒരുപക്ഷെ കാണുന്നുണ്ട്. ഒരു കന്യകയായ സ്ത്രീ ഇന്നത്തെ കാലഘട്ടത്തിലും ഗർഭിണിയാകുമ്പോൾ തന്നെ എന്തോരം സാമൂഹിക പ്രശ്നങ്ങളാണുള്ളത്, വിവാഹം കഴിക്കാതെ. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ സ്ത്രീത്വത്തിനൊക്കെ ഇന്നൊക്കെ നാം കരുതുന്ന പ്രാധാന്യം പോലും കൽപ്പിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു യഹൂദൻ ഒരു സ്ത്രീയായിട്ടും ഒരു മൃഗമായിട്ടൊക്കെ എന്നെ ജനിപ്പിക്കാത്തതിൽ ദൈവമേ നന്ദി പറയുന്നു എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന, അതേപോലെ കാണുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ഗർഭവതിയായാൽ തീർച്ചയായിട്ടും നിയമപ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണമെന്ന് പറഞ്ഞ ശക്തമായ ശിക്ഷാവിധിയുടെ നിഴലുകൾ വ്യാപരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതേയെന്ന് പറയുമ്പോ മറിയത്തിന് ഒത്തിരി വില കൊടുക്കേണ്ടി വരുമെന്ന് അവൾക്കറിയാം. പക്ഷേ എങ്കിലും മുന്നോട്ട് പോകുമെന്നത് എങ്ങനെയാണെന്നോ വലിയ കാര്യങ്ങളൊന്നും വ്യക്തമല്ലെങ്കിലും പരിശുദ്ധ അമ്മ പറയുകയാണ്, ദൈവഹിതമാണെങ്കിൽ, ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ അതെ. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ബുദ്ധിക്കുള്ളിൽ നിറയുന്ന ഒരു ധാരണ മാത്രമല്ല, അത് ജീവിതം കൊണ്ട് നാം ദൈവത്തിന്റെ വചനത്തോട് നടത്തുന്ന ഒരു പ്രതികരണമാണ്. ദൈവം തന്റെ വചനത്തിലൂടെ നമുക്ക് വെളിപാടുകൾ, സന്ദേശങ്ങൾ നൽകുമ്പോൾ ആ വിശ്വാസത്തോട് നാം അതേ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ സമ്പൂർണ്ണ സമർപ്പണം. അതാണ് വിശ്വാസം. റെസ്പോൺസ് ടു ഗോഡ്സ് കോൾ. ദൈവത്തിന്റെ വചനത്തോട്, ദൈവത്തിന്റെ വിളിയോട് നാം നടത്തുന്ന പ്രതികരണത്തിന്റെ പേരാണ് വിശ്വാസം.
അത് സമ്പൂർണമായ ജീവിതം കൊണ്ടുള്ള സമർപ്പണമാണ്. അത് വെറും ബുദ്ധിയിലുള്ള അല്ലെങ്കിൽ വാക്കുകളിലുള്ള ഒരു കാര്യമല്ല. അത് ജീവിതം കൊണ്ട് നടത്തുന്ന ഒരു സമർപ്പണമാണ്. അനുദിന ജീവിതത്തിൽ നാം ജീവിതം കൊണ്ട് നടത്തേണ്ട ഒരു സമർപ്പണം. ഒന്നും നോക്കാതെ അതേ എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയുടെ മനോഭാവത്തെ നമുക്ക് മാതൃകയാക്കാം. ആ മനോഭാവം നമുക്കുണ്ടോ? നമുക്ക് ഈ ദൈവവചനത്തോട് എപ്പോഴും അതേ എന്ന് പറയുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ വചനം പല സന്ദേശങ്ങളായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ നമുക്കതിനോട് അതേ പറയാൻ സാധിക്കുന്നുണ്ടോ? ഈ വചനമൊന്നും എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല, ഇതൊക്കെ ഒരു പക്ഷെ വിശുദ്ധർക്കൊക്കെ ജീവിക്കാൻ സാധിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പതുക്കെ നമ്മൾ അതിനെ മാറ്റി നിർത്തുകയാണോ? അതോ ഹൃദയപൂർവ്വം വചനത്തെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? ദൈവവചനത്തോട് അതേ എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മ ഒത്തിരി കാര്യങ്ങളോട് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ വില കൊടുപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ ഏത് തെരഞ്ഞെടുപ്പുകൾ നമ്മൾ നടത്തുമ്പോഴും അനേകം കാര്യങ്ങളോട്, സാധ്യതകളോട് നമ്മൾ വേണ്ട, നോ എന്ന് പറയുന്നുണ്ട്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ പല കാര്യങ്ങളോട് നമ്മൾ നോ എന്ന് പറയേണ്ടി വരും. പിലാത്തോസിന് മുമ്പിൽ യേശുവും ബറബ്ബാസും നിൽക്കുന്ന സമയത്ത് പിലാത്തോസ് ചോദിക്കുന്നുണ്ട്, ആരെയാണ് ഞാൻ സ്വതന്ത്രനാക്കേണ്ടത്? ജനക്കൂട്ടത്തിന് മുമ്പിൽ ഒരു സാധ്യത വെക്കുകയാണ്. ക്രിസ്തുവിനെയോ അതോ ബറബ്ബാസിനെയോ? ക്രിസ്തുവിനെയോ അതോ ബറബ്ബാസിനെയോ? മിശിഹായെയോ അതോ ഈ കലാപകാരിയെയോ? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിൽക്കുന്ന രണ്ട് സാധ്യതകളാണിവ. എപ്പോഴും ക്രിസ്തുവിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്താം, അല്ലെങ്കിൽ കലാപകാരിയും വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും വാഹകനായ ബറബ്ബാസിനു വേണ്ടിയും നമുക്കൊരു തെരഞ്ഞെടുപ്പ് നടത്താം. ഈ തെരഞ്ഞെടുപ്പും പ്രകാരമായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ പരിണിത ഫലങ്ങളും. അതുകൊണ്ട് ദൈവം നമ്മുടെ മുന്നിൽ തെരഞ്ഞെടുപ്പുകളായി അനേകം സാധ്യതകൾ നൽകുമ്പോൾ പരിശുദ്ധ മറിയത്തെ പോലെ ദൈവഹിതത്തിന് അതേ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കട്ടെ. രണ്ടാമതായി, തുറന്ന മനസ്സോടുകൂടി ദൈവഹിതത്തിന് വിധേയപ്പെടുന്ന പരിശുദ്ധ അമ്മയാണ് നമ്മൾ കാണുന്നത്. തുറന്ന ഒരു മനസ്സ്, തുറന്ന ഒരു ഹൃദയം. ഒരിക്കലൊരു മഹാനായ ചിത്രകാരൻ തന്റെ ക്യാൻവാസിൽ വളരെ മനോഹരമായ ക്രിസ്തുവിന്റെ ഒരു ചിത്രം വരച്ചു. നമ്മൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും. ഒരു റാന്തൽ വിളക്കുമായി വാതിൽക്കൽ വന്ന് മുട്ടുന്ന ഒരു ക്രിസ്തു. റാന്തൽ വിളക്കുമായി വാതിൽക്കൽ വന്ന് ക്രിസ്തു മുട്ടുകയാണ്. അങ്ങനെ ആ ചിത്രകാരൻ ചിത്രം വരച്ചതിന് ശേഷം തന്റെ സുഹൃത്തുക്കളോട് ചോദിച്ചു, ഈ ഒരു ചിത്രം എങ്ങനെയുണ്ട്? അപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞു, വളരെ മനോഹരമായിരിക്കുന്നു, സജീവമായി തോന്നുന്നു, അതിന്റെ എല്ലാ കളർ കോമ്പിനേഷൻ എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. ഓരോരുത്തരും നല്ല പ്രതികരണങ്ങൾ അറിയിക്കുമ്പോൾ അതിലൊരു കൂട്ടുകാരൻ പറഞ്ഞു, ഇതിൽ ഒരു കുറവുണ്ടല്ലോ, ഇതിലൊരു കുറവുണ്ടല്ലോ. അപ്പോൾ ചിത്രകാരൻ ചോദിച്ചു, എന്താണ് ആ കുറവ്? ആ കുറവ് ഇതാണ്, ആ വാതിൽ, ചിത്രത്തിലുള്ള ക്രിസ്തു മുട്ടുന്ന വാതിലിന് ഒരു പിടിയില്ലല്ലോ. ആ വാതിൽ പിടിയില്ലാണ്ട് എങ്ങനെയാണ് തുറന്ന് കയറാൻ വേണ്ടിയിട്ട് സാധിക്കുക? അപ്പോൾ യുക്തിപരമായ ഒരു പ്രശ്നമാണത്. അപ്പോൾ ചിത്രകാരൻ പറഞ്ഞു, ശരിയാണ്, ആ വാതിലിന് പിടിയില്ല, അത് ഞാൻ മനഃപൂർവ്വം വരയ്ക്കാത്തതാണ്. ഇത് മനഃപൂർവ്വം വരയ്ക്കാത്തതാണ്. കാരണം എന്താ? ക്രിസ്തു മുട്ടുന്ന ഹൃദയത്തിന്റെ വാതിൽ എന്ന് പറയുന്നത് ഹൃദയവാതിലാണ്. ക്രിസ്തു മുട്ടുന്ന വാതിൽ ഹൃദയത്തിന്റെ വാതിലാണ്. വെളിപാട് പുസ്തകത്തിൽ പ്രകാരം ഒരു വചനമുണ്ട്, ഇതാ ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എനിക്ക് വേണ്ടി വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനോടൊത്ത് ഭക്ഷണത്തിനിരിക്കും. ക്രിസ്തു മുട്ടുന്ന വാതിലിന്റെ പ്രത്യേകത, ഹൃദയവാതിലിന്റെ പ്രത്യേകത, അത് പുറത്തുനിന്ന് തള്ളി തുറക്കാനായിട്ട് സാധിക്കുകയില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ദൈവം ശക്തി ഉപയോഗിച്ച് ഇടിച്ചു കയറുകയില്ല. അകത്തുനിന്ന് സ്വതന്ത്ര മനസ്സോടുകൂടി നാം തുറന്നു കൊടുക്കാണ്ട് ദൈവത്തിന് പോലും നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യുവാൻ സാധിച്ചെന്ന് വരികയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ പരിശുദ്ധ അമ്മയെ പോലെ നാം തുറന്നു കൊടുക്കുമ്പോൾ, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്നൊരു തുറന്ന മനസ്സോടുകൂടി നാം എപ്പോൾ തുറന്നു കൊടുക്കുന്നു, അപ്പോഴാണ് വചനം ജീവിതത്തിൽ യഥാർത്ഥ നിലങ്ങളിലേക്ക് കടന്നു വരികയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് നാം വചനം സ്വീകരിക്കേണ്ടത്, ഒരു തുറന്ന മനസ്സോടുകൂടി, ഒരു തുറന്ന മനസ്സോടുകൂടി. മൂന്നാമതായി, എളിമയോടുകൂടി വചനം സ്വീകരിച്ച പരിശുദ്ധ അമ്മ. എളിമയോടുകൂടി, ഇതാ കർത്താവിന്റെ ദാസി എന്നാണ് പറയുന്നത്. ദാസി എന്ന് പറയുമ്പോൾ ദാസിയും ദാസനും എപ്പോഴും യജമാനന്റെ ഇഷ്ടം അന്വേഷിക്കുന്നയാളാണ്. യജമാനൻ എന്താണോ പറയുന്നത്, അതാണ്, ആ ഇഷ്ടമാണ് ദാസിയും ദാസനും നിർവഹിക്കേണ്ടത്.
ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുമ്പോൾ എന്താണോ യജമാനന്റെ ഇഷ്ടം അത് എന്നിൽ നിറവേറിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് എളിമയോടെ നിൽക്കുന്ന, എന്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് ദൈവമേ നീയാകുന്ന യജമാനന്റെ ഇഷ്ടം മാത്രം എന്നിൽ നിറവേറിയാൻ മതി എന്ന് എളിമയോടുകൂടെ മാറി നിൽക്കുന്ന പരിശുദ്ധ അമ്മയെയാണ് നമ്മൾ കാണുക. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ യജമാനൻ ആരാണ് എന്ന് നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം. 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഞങ്ങളുടെ സഭയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസി, പ്രത്യേകമായിട്ട് ഈ ഒരു വർഷം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ വർഷമായിട്ട് ലിയോ 14 മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. ആ ഫ്രാൻസിസ് ഏകദേശം 24 വയസ്സോളം ജീവിതത്തിന്റെ എല്ലാ സുഖലോലുപതകളിലും മുഴുകി അസീസിയിലെ ഒരു യുവകുമാരനായിക്കൊണ്ട് എല്ലാ സുഖ സന്തോഷങ്ങളിലും മുഴുകി ജീവിച്ച ഒരു കാലഘട്ടത്തിൽ യുദ്ധത്തിന് പോയതിനു ശേഷം വലിയ സ്ഥാനമാനങ്ങൾക്കൊക്കെ വേണ്ടി ആഗ്രഹിച്ച് യുദ്ധത്തിന് പോയ ഫ്രാൻസിസിനെ പോകുന്ന വഴിയിൽ ദൈവത്തിന്റെ ഒരു സ്വരം കേൾക്കുകയാണ്. രാത്രിയിൽ അവര് കൂടാരമടിച്ച് കിടക്കുമ്പോൾ ഒരു അശരീരി ഫ്രാൻസിസിന്റെ മുന്നിലേക്ക് മുഴങ്ങുകയാണ്. ഫ്രാൻസിസിനോട് ഈ അശരീരി ചോദിക്കുകയാണ്, ഫ്രാൻസിസ് 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 യജമാനനെ സേവിക്കുന്നതോ ഭൃത്യനെ സേവിക്കുന്നതോ ഉചിതം? ഫ്രാൻസിസ് ഫ്രാൻസിസ് യജമാനനെ സേവിക്കുന്നതോ ഭൃത്യനെ സേവിക്കുന്നതോ ഉചിതം? ഫ്രാൻസിസ് പറഞ്ഞു, യജമാനനെ. അപ്പോൾ ആ സ്വരം പറഞ്ഞു, എങ്കിൽ നീ തിരിച്ച് അസീസിയിലേക്ക് പോകണം. നിന്റെ ജന്മഗ്രഹത്തിലേക്ക് തന്നെ നീ തിരിച്ചു പോകണം. നീ യുദ്ധത്തിന് പോകരുത്, തിരിച്ച് അസീസിയിലേക്ക് പോകണം. പിന്നെ ഫ്രാൻസിസിന്റെ ജീവിതം മറ്റൊരു ക്രിസ്തുവായി ജീവിതമായിരുന്നു. ഫ്രാൻസിസ് തന്റെ ജീവിതം സമ്പൂർണമായി ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചു. തന്റെ ക്രിസ്തു, താൻ ജീവിക്കുന്ന, താൻ ആരാധിക്കുന്ന, താൻ സ്നേഹിക്കുന്ന ആ ക്രിസ്തുവിനെ അനുകരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ദാരിദ്ര്യമൊക്കെ വരച്ച് ഫ്രാൻസിസ് ഇപ്പോൾ 2ാം ക്രിസ്തുവായിട്ട് നാം ആ ഫ്രാൻസിസിനെ വണങ്ങുന്നുണ്ട്. ആ ഫ്രാൻസിസിനെ മാറ്റിമറിച്ച ചോദ്യം ഇതാണ്, യജമാനനെ സേവിക്കുന്നതോ ഭൃത്യനെ സേവിക്കുന്നതോ ഉചിതം? ഫ്രാൻസിസ് ജീവിതത്തിൽ തിരിച്ചറിയുകയാണ്, നമ്മുടെ യഥാർത്ഥ യജമാനൻ ദൈവമാണ്. ഈ ലോകം ദൈവത്തിന്റെ സൃഷ്ടി മാത്രമാണ്. ഈ സൃഷ്ടിയും ഈ സൃഷ്ടി തരുന്ന ആഘോഷങ്ങളും ഈ സൃഷ്ടി തരുന്ന സന്തോഷങ്ങളിലും നിമിഷ സുഖങ്ങളിലും നമ്മുടെ ജീവിതം നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാകുന്നത് ഒരു യജമാനനായ ദൈവത്തെ തന്നെയാണ്. ഒരിക്കലും ഒരു രാജകൊട്ടാരത്തിൽ ഒരു മത്സരം നടന്നു. രാജാവ് തന്റെ പിറന്നാൾ ദിവസം രാജകൊട്ടാരത്തിലെ കുഞ്ഞുങ്ങളെയെല്ലാം കൂട്ടിക്കൊണ്ട് ഒരു കൗതുകപരമായ മത്സരം വെച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് എന്റെ പിറന്നാൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സമ്മാനം തരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. ആ സമ്മാനം ഇതാണ്, നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഈ രാജകൊട്ടാരത്തിൽ ഇഷ്ടമുള്ള ഒരു വസ്തുവിനെ തൊടാം. ഇഷ്ടമുള്ള ഒരു വസ്തുവിനെ നിങ്ങൾക്ക് തൊടാം. അത് ഏത് തൊടുന്നുവോ അത് നിങ്ങൾക്ക് കരസ്ഥമാക്കാം, നിങ്ങൾക്കത് സ്വന്തമാക്കാം. എന്നാൽ ഒരു വസ്തുവിൽ മാത്രമേ നിങ്ങൾക്ക് തൊടാനായിട്ട് പറ്റുകയുള്ളൂ. ഇപ്പോൾ രാജാവ് മത്സരം ആരംഭിച്ചു. കുട്ടികളെല്ലാവരും ചുറ്റും ഓടിപ്പാഞ്ഞു നടന്നു. ഏറ്റവും വിലയേറിയത് ഒരുപക്ഷെ വലിയ തൂണുകളായിരിക്കാം, സ്വർണം കൊണ്ടുണ്ടാക്കിയ തൂണുകൾ, സ്വർണം കൊണ്ടുണ്ടാക്കിയ കസേരകൾ, അങ്ങനെ വജ്രങ്ങൾ പതിച്ച ചില കിരീടങ്ങൾ, അങ്ങനെയൊക്കെ ഏറ്റവും ഉന്നതമായതും മൂല്യമുള്ളതുമായവയിലേക്ക് ഇവരിങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുമ്പോൾ അതിന്റെ നടുക്ക് നിന്നൊരു കൊച്ചുമിടുക്കൻ ഇവരെയെല്ലാം പരിഹാസപൂർവ്വം നോക്കിക്കൊണ്ട് ചിരിച്ചു നിൽക്കുകയാണ്. അങ്ങനെ സമയം കഴിയാറായപ്പോഴത്തേക്കും ഈ കൊച്ചുമിടുക്കൻ എന്ത് ചെയ്തു? ഇവൻ ബാക്കിയുള്ളതിലും പോയി തൊടാണ്ട് ഓടിച്ചെന്ന് രാജാവിനെ അങ്ങ് തൊട്ടു. രാജാവിനെ തൊട്ട് കഴിഞ്ഞപ്പോൾ എന്തായി സംഭവം? രാജാവിനെ തൊടുന്നവന് രാജ്യം മുഴുവൻ സ്വന്തമായി. ആരാണ് ബുദ്ധിമാൻ? ആ കൊച്ചുമിടുക്കനല്ലേ ബുദ്ധിമാൻ. യജമാനനെ സ്വന്തമാക്കി, രാജാവിനെ സ്വന്തമാക്കിയാൽ രാജ്യം മുഴുവൻ സ്വന്തമാകുമെന്ന് അവന് മനസ്സിലായി. അങ്ങനെ അവൻ രാജ്യം മുഴുവൻ സ്വന്തമാക്കിയവനായിട്ട് മാറുകയാണ്. ഇതേപോലെ പ്രിയമുള്ളവരെ, ദൈവത്തെ സ്വന്തമാക്കിയാൽ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ സ്വന്തമാണെന്ന് മനസ്സിലാക്കി തരികയാണ് വിശുദ്ധ ജന്മങ്ങളും പരിശുദ്ധ കന്യകാമറിയവും. ദൈവത്തെ സ്വന്തമാക്കിയാൽ എല്ലാം സ്വന്തമായി. പക്ഷേ മാനുഷിക ഭാഷയിൽ നോക്കിയാൽ അവൾ അവളുടെ ജീവിതകാലത്ത് അവൾ എന്താണ് നേടിയിട്ടുള്ളത്? ജീവിതകാലത്ത് എന്താണ് അവൾ നേടിയിട്ടുള്ളത്? ഒരുപക്ഷെ സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒരുപക്ഷെ സാധാരണ മനുഷ്യന്റെ ഭാഷയിൽ നോക്കുകയാണ്. പക്ഷെ ഇന്നവളെ നാം പരിശുദ്ധ കന്യകയായിട്ട് വണങ്ങുമ്പോൾ അവിടെയാണ് നേട്ടം. യഥാർത്ഥ നേട്ടം എന്ന് പറയുന്നത് ഭൗതികതയിലല്ല, യഥാർത്ഥ യജമാനനായ ദൈവത്തെ നേടുമ്പോഴാണ് എന്നുള്ളത് വ്യക്തമാണ്. വചനം പറയുന്നുണ്ടല്ലോ, ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടുകൊള്ളും.
പ്രിയമുള്ളവരെ, എളിമയുള്ള മനസ്സോടെ, ഒരു ദാസ്യ മനോഭാവത്തോടു കൂടി യജമാനന്റെ ഹിതമെന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയെ പോലെ വചനം സ്വീകരിക്കാൻ സാധിക്കുമ്പോഴാണ് വചനം അതിന്റെ പരിപൂർണമായ ഫലം പുറപ്പെടുവിക്കുന്നത്. ഇനി വചനം നമ്മുടെ ജീവിതത്തിൽ നിറയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പരിശുദ്ധ അമ്മയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മളിൽ വചനം നിറയുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ വാഹനമായി മാറും. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് വചനത്തെ പരിപൂർണമായി സ്വീകരിച്ച പരിശുദ്ധ മറിയം പരിശുദ്ധാത്മാവിന്റെ വാഹനമായി മാറുകയാണ്. പരിശുദ്ധ അമ്മ എവിടെയൊക്കെ പോകുന്നെയോ അവിടെയൊക്കെ പരിശുദ്ധാത്മാവിനെ നൽകുകയാണ്. നമ്മളറിയാം, ആദ്യമായിട്ട് പരിശുദ്ധ അമ്മ കടന്നു ചെല്ലുന്നത് എങ്ങോട്ടാ? എലീശാമ്മയുടെ അടുത്തേക്കാണ്. തിടുക്കത്തിൽ യാത്രയായി എന്നാണ് എലീശാമ്മയുടെ അടുത്തേക്ക് പോകുമ്പോൾ മറിയത്തെ കുറിച്ച് പറയുന്നത്. തിടുക്കത്തിൽ യൂദയായിലെ മലമ്പ്രദേശത്തേക്ക് കിലോമീറ്ററുകൾ താണ്ടി എലീശാമ്മയുടെ അടുത്തേക്ക് പോകുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ കാണാം. തിടുക്കത്തിൽ എന്ന് പറയുന്ന ആ വാക്കിന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ധ്യാനിക്കുകയായിരുന്നു. ഞങ്ങളുടെ അച്ഛന്മാരുടെ ധ്യാനമായിരുന്നു. അതിൽ ഒരു പണ്ഡിതനാണ്, ബൈബിൾ പണ്ഡിതനാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, തിടുക്കത്തിൽ എന്ന വാക്കിന് പകരം നമുക്ക് തീക്ഷ്ണതയോടെ എന്നും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ദൈവവചനം നിറഞ്ഞ് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ തീക്ഷ്ണതയോടെ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ മറിയം തീക്ഷ്ണതയോടെ പോവുകയാണ് എലീശാമ്മയുടെ അടുത്തേക്ക് ശുശ്രൂഷിക്കാനായിട്ട്. അപ്പോ പരിശുദ്ധാത്മാവിന്റെ വാഹനമായി ദൈവവചനം നിറയുമ്പോൾ നമ്മൾ മാറുകയാണ്. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ വചനം നിറയുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോൾ നമ്മൾ ഇത് പങ്കുവഹിക്കാനായി ഓടും. തിടുക്കത്തിൽ പരിശുദ്ധമ്മയെ പോലെ പങ്കുവെക്കാനായിട്ട് ഓടും. അതെനിക്ക് മാത്രം കിട്ടിയാൽ പോല, ഈ ദൈവവചനത്തിന്റെ അഭിഷേകവും ഈ ദൈവവചനം നൽകുന്ന ശക്തിയും ഒന്നും ഞാൻ മാത്രം അനുഭവിച്ചാൽ പോരാ, അനേകർ അനുഭവിക്കണമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ അനേകരിലേക്ക് നമ്മൾ കൊണ്ടുചെല്ലും. അല്ലെങ്കിൽ നമ്മൾ സാക്ഷികളായിട്ട് മാറുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ മാറും. ഇതാണ് പരിശുദ്ധ അമ്മയിൽ നമ്മൾ കാണുന്നത്. മൂന്നാമതായിട്ട് ദൈവത്തിന്റെ വചനം നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ ദൈവീക ആനന്ദം നമ്മളിൽ നിറയും. ദൈവീക ആനന്ദം നമ്മളിൽ നിറയും. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവീക സന്തോഷം പകരുന്നവരായിട്ട് നമ്മൾ മാറും. ദൈവീക സന്തോഷം. പരിശുദ്ധ അമ്മ ഏലീശാമയെ ഗ്രീറ്റ് ചെയ്തു. ഹലോ ഏലീശാമ, അല്ലെങ്കിൽ ഏലീശാന്റി എന്നൊക്കെ വിളിച്ചപ്പോഴത്തേക്കും ഏലീശാമയുടെ ഉദരത്തിൽ നിന്ന് സ്നാപയോഹന്നാൻ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് കുതിച്ചു ചാടുന്ന ഒരു അനുഭവത്തിലേക്ക് വരികയാണ്. നോക്കൂ, സാന്നിധ്യം സന്തോഷമായി മാറുന്ന, ആനന്ദമായി മാറുന്ന അനുഭവത്തിലേക്ക് വരികയാണ്. ദൈവത്തിന്റെ വചനം നിറയുന്ന ഒരു വ്യക്തിയിൽ, പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു വ്യക്തിയിൽ സന്തോഷം പകരുന്ന വ്യക്തികളായിട്ട് മാറും. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടോ, ദൈവവചനത്തിന്റെ യഥാർത്ഥ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരേ ഒരു കാര്യം നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. ഞാനൊന്ന് എൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ, എൻ്റെ മക്കളുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ, എൻ്റെ വിടവകയിലേക്ക് കടന്നു ചെല്ലുമ്പോ, എൻ്റെ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോ എനിക്ക് സന്തോഷം പകരാനായിട്ട് സാധിക്കുന്നുണ്ടോ? എനിക്ക് അവർക്ക് ഒരു ആശ്വാസം പകരാനായിട്ട് സാധിക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അല്ല, നമ്മൾ വരുമ്പോഴത്തേക്കും മറ്റുള്ളവർ വിചാരിക്കുകയാണ് എപ്പോഴാ ഒന്ന് പോയി കിട്ടുക എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം, നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം ശരിക്കുമുണ്ടോ, പരിശുദ്ധാത്മാവുണ്ടോ എന്ന് ആത്മാർത്ഥമായി നാം ചിന്തിക്കേണ്ടതുണ്ട്. സന്തോഷം പകരുന്ന സാന്നിധ്യങ്ങളായിട്ട് പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ വചനം നിറഞ്ഞപ്പോൾ മാറി. ഇതേപോലെ നമ്മളും മാറ്റപ്പെടുകയാണ്. മൂന്നാമതായിട്ട്, മനസ്സിലാക്കാത്ത ദൈവത്തിന്റെ വചനത്തോട് നാം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാവുകയാണ്. എല്ലാ വചനവും നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവണമെന്നില്ല. ചിലരൊക്കെ ബൈബിള് തുടക്കത്തിൽ വായിക്കാൻ വേണ്ടി വലിയ ആവേശത്തോടെ തുടങ്ങും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ട് പോവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാവാത്ത ദൈവത്തിന്റെ വചനങ്ങളോട് നമ്മൾ എന്ത് പ്രതികരണമാണ് ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ അമ്മ നമുക്ക് സന്ദേശം തരികയാണ്. നമ്മൾ വായിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തില് 41 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ ഈശോയെ കാണാതാകുന്ന ഒരു സന്ദർഭമുണ്ട്. അവിടേക്ക് അതിനുശേഷം ഈശോയെ കണ്ടെത്തുമ്പോൾ ഈശോ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യം വ്യാപൃതനായിരിക്കേണ്ടതില്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. ആ ഒരു ആദിയിൽ വ്യാധിയിൽ, ഈശോയെ കണ്ടെത്താനുള്ള വ്യാധിയിൽ ഇതൊന്നും മറിയത്തിന് മനസ്സിലാവുന്നില്ല. പക്ഷെ മനസ്സിലാവാത്ത വചനം മറിയം വിട്ടുകളഞ്ഞില്ല. മറിയം എന്താണ് ചെയ്തത്? മറിയത്തെ കുറിച്ച് പറയുകയാണ്. മറിയം അത് ഈശോയുടെ അമ്മ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നമ്മളൊക്കെ നാട്ടിൻ പുറത്തുള്ളവരാണ് മിക്കവരും. നമ്മൾ ഈ പശുവിനെയൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഈ പശുവിന്റെ ഒരു സ്വഭാവമുണ്ട് അല്ലെ? പശു എല്ലാം
ആദ്യം വാരി വലിച്ചു തിന്നും. വാരി വലിച്ചു തിന്നതിന് ശേഷം പശു കിടന്നതിന് ശേഷം ഇതങ്ങ് അയവിറക്കും, അല്ലെ? അയവിറക്കിയിട്ട് ചുമ്മാ ഇരിക്കുമ്പോ ഇത് ചവച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ചുമ്മാ ഇരിക്കുമ്പോ ചവച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ദൈവവചനത്തോട് നമ്മൾ ചെയ്യേണ്ടത്. അയവിറക്കണം. നമ്മുടെ വചനത്തിൽ ഇപ്പോഴും നമുക്കെല്ലാം മനസ്സിലാവണമെന്നില്ല. വീണ്ടും അതിനെ നിശബ്ദതയിൽ, ശാന്തതയിൽ, ദൈവ സന്നിധിയിലിരുന്ന് വീണ്ടും വീണ്ടും ധ്യാനിക്കുമ്പോൾ ദൈവവചനത്തിന്റെ വലിയ വലിയ പൊരുളുകൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അതേപോലെ ദൈവത്തിന്റെ മനസ്സിലാകാത്ത ദൈവത്തിന്റെ വചനത്തോട് ഹൃദയത്തിൽ സംഗ്രഹിച്ച് കാത്തിരിക്കാനുള്ള ഒരു മനോഭാവമാണ് പരിശുദ്ധ അമ്മയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അടുത്തതായി, വചനത്തിന്റെ ഇടപെടലിനായി മറ്റുള്ളവരെ ഒരുക്കുന്ന ഒരു മറിയത്തെ സുവിശേഷം നമ്മൾ കാണുന്നു. വചനം നമ്മളിൽ ഇടപെടുന്നതിന്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ നമ്മൾ കൂട്ടുപിടിക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന വലിയൊരു ഫലം എന്തെന്ന് പറഞ്ഞാൽ, വചനത്തിന്റെ ഇടപെടലിനായി നമ്മളെ പരിശുദ്ധ അമ്മ ഒരുക്കും. പരിശുദ്ധ അമ്മയുടെ സ്കൂളിൽ പഠിക്കുക എന്നൊക്കെ പറയും. പരിശുദ്ധ അമ്മയുടെ സ്കൂളിൽ വചനം പഠിക്കണം. പരിശുദ്ധ അമ്മയുടെ സ്കൂളിൽ 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലൊക്കെ ഇരുന്ന് പരിശുദ്ധ അമ്മ പ്രൊമോട്ട് ചെയ്യും അടുത്തയിലേക്ക്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സ്കൂളിൽ ഇരുന്ന് നമ്മൾ വചനം പഠിക്കണം. അപ്പോ വചനത്തെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന് പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കും, നമ്മളെ ഒരുക്കും. കാനായിലെ കല്യാണ വിരുന്നില് ഈശോ ഇടപെട്ട ഒരു സാഹചര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോ വചനത്തോട് ഇടപെടാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കുകയാണ്. അപ്പൊ അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോൾ, അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അമ്മ നമ്മളെ ഒരുക്കുകയും നമ്മുടെ വീഞ്ഞു തീർന്നു പോകുന്ന കഷ്ടപ്പാടിന്റെ അനുഭവങ്ങളിൽ പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞ് നമ്മുടെ കുറവുകൾ വചനത്തിന്റെ സാന്നിധ്യത്തിൽ നിറയ്ക്കുകയും ചെയ്യും, അല്ലെങ്കിൽ നികത്തുകയും ചെയ്യും എന്നുള്ളത് വചനം നമുക്ക് നൽകുന്ന സാക്ഷ്യമാണ്. അവൾ നമ്മുടെ കുറവുകൾ പുത്രനോടാണ് പറയുക. കുറവുകൾ പുത്രനോടാണ് പറയുക, വേറെ ആരോടും പറയത്തില്ല. നമ്മൾ ഒരാളുടെ കുറവുകൾ കണ്ടാൽ നമ്മൾ ആ ആളോട് പറയത്തില്ല, പക്ഷെ മറ്റൊരാളോട് പറഞ്ഞുകൊണ്ട് കിടക്കും. പരിശുദ്ധ അമ്മ ഇതിൽ നമുക്കൊരു മാതൃകയാണ്. കുറവുകൾ കാണുമ്പോൾ ഈശോയോടാണ് പറയുക, ഈശോയോട് പറയുകയാണ്. കുറ്റങ്ങൾ ആരോടാ പറയുന്നത്, അല്ലെ? വേദനകൾ ആരോടാ ഷെയർ ചെയ്യുന്നത്? ഈശോയോടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോഴാണ് അത് നിറവായിട്ട് മാറുന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ അതിലും നമുക്ക് മാതൃകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ സ്കൂളിൽ പഠിച്ചുകൊണ്ട് വചനത്തിൽ മുന്നേറാൻ. അടുത്തതായിട്ട്, വചനത്തിൽ വെളിവായ ദൈവത്തിന്റെ ഹിതം നിർവഹിക്കുമ്പോൾ നമ്മൾ ആരായി തീരുന്നു എന്ന് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഈശോയുടെ വചനത്തിൽ നിന്ന് ഒരു സന്ദേശം നമുക്ക് ലഭിക്കുകയാണ്. വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ആരായി തീരുന്നു, ദൈവത്തിന്റെ ഹിതം നിർവഹിക്കുമ്പോൾ ആരായി തീരുന്നു. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തില് നമ്മള് ഈശോയെ കാണാൻ വേണ്ടി വന്ന പരിശുദ്ധ അമ്മയെയും ബന്ധുക്കാരെയും കാണുന്നുണ്ട്. നമ്മള് 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശുവിന് സുബോധം നഷ്ടപ്പെട്ടു എന്ന് പലരും പറഞ്ഞു. ഇത് കേട്ട് അമ്മയും മറ്റ് സഹോദരങ്ങളും യേശുവിനെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ കിളിപോയി, അല്ലെങ്കിൽ സുബോധം നഷ്ടപ്പെട്ടു എന്നാണ് യേശുവിനെ കുറിച്ച് ഇവർക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അമ്മയും സഹോദരങ്ങളൊക്കെ നേരെ യേശുവിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അപ്പൊ യേശു ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാളെ വിട്ടുകൊണ്ട്, ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു സന്ദേശകനെയൊക്കെ വിട്ടു. യേശുവിന്റെ അടുത്ത് ചെന്ന് ഈ സന്ദേശകൻ പറഞ്ഞു, അമ്മയും സഹോദരങ്ങളും നിന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈശോ ചോദിക്കുകയാണ്, ആരാണ് എന്റെ അമ്മയും സഹോദരങ്ങളും? ഇത് കേട്ട മാത്രയിൽ ശരിക്കും മനസ്സിലായി, സുബോധം പോയിട്ടുണ്ട്. ഇങ്ങനെ ചോദിക്കില്ലല്ലോ, ആരാണ് എന്റെ അമ്മയും സഹോദരന്മാരും എന്ന് ചോദിക്കും. അതിനുശേഷം ഈശോ പറയുന്ന ഒരു വാക്കിതാണ്: ദൈവഹിതം നിർവഹിക്കുന്നവരാണ് എന്റെ അമ്മയും സഹോദരങ്ങളും. ഈ രണ്ടാമത്തെ ഭാഷ കേട്ടപ്പോൾ, ആദ്യത്തെ ഭാഷയിൽ മറിയം ഒന്ന് സംശയിച്ചു കാണണം, ശരിക്കും എന്തെങ്കിലും സംഭവിച്ചു കാണും. പക്ഷെ രണ്ടാമത്തെ ഭാഷ കേട്ടപ്പോൾ ബാക്കിയുള്ള സഹോദരങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും പരിശുദ്ധ അമ്മയ്ക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി ആരാണ് യഥാർത്ഥ അമ്മ, ആരാണ് യഥാർത്ഥത്തിൽ യേശുവിന്റെ സഹോദരങ്ങൾ, യേശുവിന്റെ അമ്മ. അത് തന്നെ കുറിച്ച് തന്നെ തന്റെ മകൻ പറയുന്നതാണ് എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് അമ്മയ്ക്കൊരു സങ്കടം ഉണ്ടായില്ല. ചിലപ്പോ സഹോദരങ്ങൾക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അമ്മയ്ക്കൊരു സങ്കടം ഉണ്ടായില്ല. കാരണം ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് അന്ന് തുടങ്ങിയതാണ് ആ വചനത്തോടുള്ള പ്രതികരണത്തോടുള്ള ജീവിതം. അതുകൊണ്ട് അമ്മയ്ക്ക് മനസ്സിലായി, തന്നെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് ഈ മകൻ ഉദ്ഘോഷിക്കുന്നത്. ദൈവത്തിന്റെ ഹിതം നിർവഹിക്കുന്നവർ പറയാതെ പറഞ്ഞ ഒരു കാര്യം, ഈശോ പറയാതെ പറഞ്ഞ കാര്യം അതായിരിക്കും: എൻ്റെ അമ്മയെ പോലെ നിങ്ങൾക്കും എൻ്റെ അമ്മയായി മാറുവാൻ സാധിക്കും. എൻ്റെ അമ്മ ദൈവത്തിന്റെ ഹിതം പരിപൂർണമായി നിർവഹിച്ചവളാണ്. അപ്പൊ അതുകൊണ്ട് വചനത്തിൽ വെളിവായ ദൈവത്തിന്റെ ഹിതം നിർവഹിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയൊരു സൗഭാഗ്യം, പരിശുദ്ധ അമ്മയെ പോലെ നമുക്കും ആയിത്തീരാൻ സാധിക്കും.
നമ്മൾ മറ്റൊരു പരിശുദ്ധ അമ്മയായി മാറും. എപ്പോൾ ദൈവത്തിന്റെ ഹിതം പരിശുദ്ധ അമ്മ നിർവഹിച്ചതുപോലെ നാം നിർവഹിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയെ പോലെയായി മാറും. ഇതൊരു വലിയ വചനത്തിന്റെ സൗഭാഗ്യമല്ലേ? ദൈവത്തിന്റെ അമ്മയായി മാറുവാൻ, ഈശോയുടെ അമ്മയായി മാറുവാൻ. ദൈവത്തിന്റെ വചന ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അത് നമ്മിൽ മാംസം ധരിക്കുന്നു. നമ്മളും യേശുവിന്റെ അമ്മയായി, സഹോദരങ്ങളായി മാറുന്നു. ഇനി വചനത്തോട് അവസാനമായി ആറാമതായിട്ട് വചനത്തോട് അന്ത്യം വരെയുള്ള വിശ്വസ്തതയുടെ മാതൃകയാണ് പരിശുദ്ധ അമ്മ. അന്ത്യം വരെ ഈ പരിശുദ്ധ അമ്മ വചനത്തോട് വിശ്വസ്തയായിരുന്നു. 100% വിശ്വസ്തത. ആ കാൽവരിയിലെ കുരിശിന്റെ കീഴെ തന്റെ സ്വപുത്രന്റെ ഉഴുതുമറയ്ക്കപ്പെട്ടതുപോലെയുള്ള ആ ഒരു മൃതദേഹം കയ്യിൽ പിടിച്ച പിയാത്ത എന്ന് പറഞ്ഞ രൂപം നമ്മൾ കാണാം. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ. ആ രൂപം അല്ലെങ്കിൽ ആ തന്റെ പ്രിയ മകന്റെ ശരീരം അവൾ കൈകളിൽ പിടിച്ചു നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, സാധാരണ ഒരു അമ്മയാണെങ്കിൽ ബോധം കെട്ട് അവിടെ വീഴും. ഒരു പുത്രന്റെ ചോര പൂണ്ട അല്ലെങ്കിൽ ആ ഒരു അതേപോലെ തകർക്കപ്പെട്ട ഒരു മൃതദേഹം കയ്യിൽ പിടിച്ചു നിൽക്കാൻ ഏതൊരു അമ്മയ്ക്കാണ് സാധിക്കുക? എന്തുകൊണ്ടാണ് ആ ഒരു അമ്മയ്ക്ക് ആ കാൽവരി കുരിശിന്റെ കീഴെ ഈ അമ്മയെ, ഈ ഒരു മകനെ ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്? മാനസികമായ ഒരു ആഘാതമില്ലാതെ, ഒരു ഹൃദയസ്തംഭനമില്ലാതെ ഇവൾക്ക് എങ്ങനെയാണ് ആ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്? അത് അവൾ കാണിച്ച വചനത്തോടുള്ള വിശ്വസ്തതയാണ്. എന്താണോ യേശു പറഞ്ഞത്, യേശുവിന്റെ വചനങ്ങൾ എന്തൊക്കെയാണോ അത് പരിപൂർണമായി അവൾ വിശ്വസിച്ചു. അവൻ പീഡകൾ സഹിക്കുമെന്നും അവൻ ഉത്ഥാനം ചെയ്യുമെന്നും അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വചനം സംഭവിച്ചിരിക്കും. കാരണം ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുമ്പോൾ ആ വചനം എന്നിൽ മാംസം ധരിച്ചതാണ്. അന്നു മുതൽ ഈ വചനത്തോടുള്ള വിശ്വസ്തത സമ്പൂർണമായി തുടങ്ങിയതാണ്. അതുകൊണ്ട് ഇവന്റെ വചനങ്ങൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ ആ വചനങ്ങൾ നിറവേറ്റപ്പെടുക തന്നെ ചെയ്യുമെന്നുള്ള പരിപൂർണമായ വിശ്വാസവും വിശ്വസ്തതയും, അതാണ് പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുക. അവസാനം കാത്തിരുന്ന്, ഏഴാമതായി കാത്തിരുന്ന് വചനത്തിന്റെ വാഗ്ദാനം പ്രാപിച്ച പരിശുദ്ധ അമ്മ കൂട്ടായ്മയോട് ചേർന്ന്, സ്ലീഹന്മാരോട് ചേർന്ന് കാത്തിരുന്ന് വചനത്തിന്റെ വാഗ്ദാനം. എന്താണ് ആ വചനത്തിന്റെ വാഗ്ദാനം? പരിശുദ്ധാത്മാവിനെ അവൾ പ്രാപിക്കുകയാണ്. പെന്തക്കോസ്താ ദിവസത്തിൽ ശിഷ്യന്മാരോട് കൂടെയായിരുന്നു, ഒരുമിച്ച് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് ഒരുക്കി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച പരിശുദ്ധ അമ്മയുടെ ജീവിതം പോലെ നമ്മുടെ ജീവിതത്തിലും അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളെയും അമ്മ ഒരുക്കി ഈ ആത്മാവിന്റെ നവമായ ഒരു പെന്തക്കോസ്താ അഭിഷേകത്തിലേക്ക് ദൈവം നമ്മളെ, പരിശുദ്ധ അമ്മ നമ്മളെ നയിക്കും. അതുകൊണ്ട് ഈ ഒരു അമ്മ നമുക്ക് മാതൃകയാകട്ടെ. കർമ്മല മാതാവിന്റെ തിരുനാള് നാം ആഘോഷിക്കുമ്പോൾ ഈ പരിശുദ്ധ അമ്മ നമുക്ക് പ്രത്യാശയുടെ മഴയായി വരണ്ട നമ്മുടെ ജീവിതങ്ങളിൽ പെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.